നമസ്കാരം. തന്തൂരി അടുപ്പോ അവനോ ഇല്ലാതെ നമുക്ക് വീട്ടിൽ ഫ്രൈയിങ് പാനിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തന്തൂരി ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത 1/2 കിലോ ചിക്കൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നിവിടെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/4 കപ്പ് തൈര് എടുക്കുമ്പോൾ അല്പം വെള്ളം കുറവുള്ള കട്ടി തൈര് എടുക്കാൻ ശ്രമിക്കുക. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നല്ല റെഡ് കളർ കിട്ടുന്നതിനും എരിവ് കുറഞ്ഞിരിക്കുന്നതിനും വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങളോളം എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 1 ടീസ്പൂൺ ഉപ്പ്. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. 1 ടീസ്പൂൺ നാരങ്ങ നീര്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ ചേർക്കുക. ഞാനിവിടെ ലെഗ് പീസുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചിക്കൻ പീസുകൾ ഇതുപോലെ ഒരു കത്തി കൊണ്ട് നന്നായിട്ട് വരഞ്ഞിട്ടുണ്ടാവണം. മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുന്നതിനും അതുപോലെ തന്നെ എളുപ്പത്തിൽ വെന്ത് കിട്ടുന്നതിനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ആഴത്തിൽ എല്ലിൽ മുട്ടുന്ന രീതിയിൽ വേണം ഇതിങ്ങനെ കട്ട് ചെയ്യാൻ. ഇനി ഇതിൽ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. കത്തി കൊണ്ട് വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി ഇത് 3 മണിക്കൂർ നേരം അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രീസറിൽ വയ്ക്കരുത്, ഫ്രിഡ്ജിൽ താഴെ വേണം വയ്ക്കാൻ. 3 മണിക്കൂറിന് ശേഷം ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ചിക്കൻ പീസുകൾ ഓരോന്നായി ഫ്രൈയിങ് പാനിലേക്ക് വയ്ക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. കൂടുതൽ ചിക്കൻ പീസുകൾ പാനിൽ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. പാൻ നിറച്ച് ചിക്കൻ പീസുകൾ ഇട്ടാൽ ഇതിൽ നിന്ന് കൂടുതൽ വെള്ളം ഇറങ്ങുകയും ഇതൊരു കറി പോലെ വെന്ത് വരികയും ചെയ്യും. നമുക്കിതൽപ്പം ഡ്രൈ ആയിട്ട് വേണം വേവാൻ. ഇതേ ചിക്കൻ പീസുകൾ നിങ്ങൾക്ക് OTG അവനിലും ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 35 മുതൽ 40 മിനിറ്റ് നേരം വരെ ഗ്രില്ല് ചെയ്യുക. ഏകദേശം 1.5 മിനിറ്റിന് ശേഷം ഇത് മറച്ചിടുക. ചിക്കൻ്റെ ഓരോ വശവും 1.5-2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. നമുക്ക് കാണാം 1.5 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ പുറംഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ചെറിയ തീയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ അകത്തെ വെള്ളം മുഴുവൻ വെളിയിലേക്ക് വരികയും അകം ജ്യൂസി അല്ലാതാവുകയും ചെയ്യും. ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ്റെ പുറംഭാഗം പെട്ടെന്നൊന്ന് ക്രിസ്പി ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കോട്ടിംഗ് ആയിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെ ചിക്കൻ്റെ അകത്തുള്ള വെള്ളം പുറത്ത് വന്ന് ചിക്കൻ കൂടുതൽ ഡ്രൈ ആവാതിരിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ സൈഡും 1.5 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും ആദ്യത്തെ സൈഡിലേക്ക് മറിച്ചിടുക. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. പിന്നീട് ഏകദേശം 10-15 മിനിറ്റ് നേരം ചിക്കൻ വേവുന്നത് വരെ ലോ ഫ്ലെയിമിൽ തിരിച്ചും മറച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ടോട്ടൽ 15 മിനിറ്റായി. നമുക്ക് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ പീസിൻ്റെ വലുപ്പം അനുസരിച്ച് വേവുന്ന സമയം കൂടിയും കുറഞ്ഞും ഇരിക്കും. നമുക്ക് കാണാം ഇതിൻ്റെ പുറംഭാഗം ചില സ്ഥലങ്ങളിലൊക്കെ അല്പം കരിഞ്ഞ് ഒരു തന്തൂരി ചിക്കൻ്റെ ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. വീണ്ടും ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ ഈ എണ്ണ ഉപയോഗിക്കരുത്. ഈ എണ്ണ മാറ്റി പാൻ വൃത്തിയാക്കിയ ശേഷം വീണ്ടും പുതിയ എണ്ണയൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ചിക്കൻ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അതല്ലെങ്കിൽ തന്തൂരി ചിക്കൻ്റെ പോലുള്ള ഒരു സ്മോക്കി ഫ്ലേവർ ഇതിന് കൊടുക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ബേണറിന് മുകളിൽ ഇതുപോലൊരു ചാർക്കോൾ പീസ് കരിയുടെ കഷ്ണം വെച്ച് നന്നായിട്ട് കത്തിച്ചെടുക്കുക. അതിനുശേഷം ചിക്കൻ വെച്ചിരിക്കുന്ന ബൗളിനകത്ത് ഇതുപോലൊരു സ്റ്റീൽ പാത്രമോ അതല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ വെക്കുക. പിന്നീട് നമ്മൾ കത്തിച്ചെടുത്ത കരിയുടെ കഷ്ണം ഇതിനുള്ളിലേക്ക് വെക്കുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് ഉടൻ തന്നെ അടച്ചു വെക്കുക. ഇതുപോലെ നന്നായിട്ട് പുക വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 സെക്കൻഡ് നേരം അടച്ചു വെച്ചാൽ മതി. പുക കുറവാണെങ്കിൽ 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ വയ്ക്കാം. പിന്നീട് തുറന്ന് ചൂടോടുകൂടി തന്നെ സാലഡിനും ലെമൺ സ്ലൈസസിനും ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ തന്തൂരി ചിക്കൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.